ഇന്നത്തെ ദിനപത്രം എന്ന് വെച്ചാൽ 2025 ഏപ്രിൽ 4 വെള്ളിയാഴ്ചയിലെ ദിനപത്രങ്ങളുടെ പ്രധാന തലക്കെട്ട് ഒന്ന് തന്നെയാണ്. എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട് ഒന്ന് തന്നെയാണ്. അത് വീണ തൈക്കണ്ടിയിലും അതേപോലെ CMRL എക്സാലോജിക് കമ്പനി ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ചുരുക്കത്തിൽ അതിനെ മാസപ്പടി കേസ് എന്നാണ് മാധ്യമങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അത് സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട്. അതിൽ മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് CMRL കേസ് പ്രോസിക്യൂഷന് കേന്ദ്ര അനുമതി, വീണ പ്രതി എന്നാണ്. കേന്ദ്ര സർക്കാർ അനുമതി നൽകി പ്രോസിക്യൂഷന് വേണ്ടി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പത്രമായ മാതൃഭൂമിയുടെ തലക്കെട്ട് വീണയ്ക്ക് വിചാരണ എന്നാണ്. CRML കേസ് മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റാരോപിത, വീണയ്ക്ക് വിചാരണ എന്നാണ്. വീണ വിജയന്റെ വലിയ ഫോട്ടോയും എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളും ഇതേ തലക്കെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലെ തലക്കെട്ടും ഇത് തന്നെയാണ്. ഒരു വാർത്തയല്ല, 2-3 വാർത്ത ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അന്തിച്ചർച്ചയും ഇതേ വിഷയം തന്നെയായിരുന്നു. ഇന്ന് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയിലും വീണ വിജയനിലുമാണ്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇതിന് മറ്റൊരു മറുവശവും കൂടിയുണ്ട്. നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു, നിയമവിദഗ്ധർ പറയുന്നു ഈ കേസ് നിലനിൽക്കില്ല എന്ന്. ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ പ്രചാരണം, കൊണ്ടുപിടിച്ച പ്രചാരണം നടക്കുന്നു. 2021 നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എങ്ങനെയാണോ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയത്, അതേപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് കൃത്യം ഒരു വർഷം മുമ്പ് വീണ വിജയനെ ചുറ്റിപ്പറ്റി പിണറായി വിജയനെതിരെയും LDFനെതിരെയും വാർത്തകൾ ചമയ്ക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. എന്ന് വെച്ചാൽ 2021 മുമ്പ് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. സത്യം ഒന്നും ആവശ്യമില്ല, പുകമറ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പറയാതെ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇനി കേസിന്റെ കാര്യം എടുത്തു നോക്കിയാൽ കേസ് നിലനിൽക്കുമോ ഇല്ലയോ, ഈ ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേസ് നിലനിൽക്കില്ല? ഇതിന് നിയമവിദഗ്ധർ നൽകുന്ന മറുപടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. ഹൈക്കോടതിയിൽ നേരത്തെ ഒരു ഉത്തരവുണ്ട്. അത് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ്. ആ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് കൈക്കൂലി കേസ് നിലനിൽക്കില്ല എന്നാണ്. കൈക്കൂലി കേസിന് നിലനിൽക്കാൻ തക്ക തെളിവില്ല എന്നാണ്. ആർക്ക് കൈക്കൂലി കൊടുത്തു? മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നത് വീണ തൈക്കണ്ടിയിൽ എന്ന പിണറായി വിജയന്റെ മകൾ അനർഹമായി പണം പറ്റി എന്നാണല്ലോ. എന്നാൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിന് തെളിവില്ല എന്നാണ്. കാരണം തുക കൈപ്പറ്റിയിട്ടുണ്ട്, അതിന് കൃത്യമായ എഗ്രിമെന്റ് ഉണ്ട്, ടാക്സ് അടച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത് സേവനം നൽകിയിട്ടില്ല എന്നാണ്. സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ മൊഴി വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കമ്പനി പറയുന്നത് സേവനം നൽകിയിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ കമ്പനിയാണോ കോടതി അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾ മുഖവിലക്കെടുക്കേണ്ടത്, അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മൊഴിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ മൊഴി വിശ്വസനീയമല്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഈ കേസ് വരില്ല എന്ന് കൃത്യമായും പറയുന്നു ഹൈക്കോടതി. എന്ന് വെച്ചാൽ അഴിമതി നടന്നിട്ടില്ല എന്ന്. അഴിമതി നടക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു തുക ആരെങ്കിലും കൈപ്പറ്റി പകരം ഒരു സേവനം ചെയ്തു കൊടുക്കണം, ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കണം. CMRL കമ്പനിക്ക് സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ അപേക്ഷകൾ മുഴുവൻ തള്ളുകയാണ് ചെയ്തത്. അത് ഒന്നൊന്നായി കോടതിക്ക് മുമ്പാകെ, ഹൈക്കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് പറഞ്ഞത് തുക പറ്റി എന്ന് ആരോപിക്കുമ്പോഴും എന്താണ് തിരിച്ച് കമ്പനിക്ക് സർക്കാർ നൽകിയത്?
അത് ഒന്നും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ മുന്നിലെത്തിയ അപേക്ഷകൾ മുഴുവൻ തള്ളുകയാണ് ചെയ്തത് എന്ന് കൃത്യമായും ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ കൃത്യമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ബന്ധിപ്പിക്കാൻ ഇതിൽ യാതൊരു തെളിവുമില്ല. ഹർജിക്കാരന് ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. അങ്ങനെയാണ് കേസ് തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് SFIO കേസും എവിടെയും എത്തില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. SFIOയെ അന്വേഷണം ഏൽപ്പിക്കുന്നത് ആരാണ്? കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ്. എന്ന് വെച്ചാൽ ആദ്യം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം തീരുമാനിച്ചത് SFIO അന്വേഷണമായിരുന്നില്ല, കമ്പനി കാര്യ മന്ത്രാലയത്തിലെ രജിസ്ട്രാർ അന്വേഷിക്കട്ടെ എന്നാണ്. അത്തരമൊരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അത് മാറ്റിവെച്ചുകൊണ്ട് SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വകുപ്പാണ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ആ അന്വേഷണം പൂർത്തിയായി SFIO കുറ്റപത്രം തയ്യാറാക്കുന്നു. ആ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകി, കേന്ദ്ര സർക്കാർ അനുമതി നൽകി. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ വെക്കുന്ന ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. ആ അന്വേഷണ ഏജൻസി കുറ്റപത്രം തയ്യാറാക്കുന്നു. ആ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ, അതല്ലെങ്കിൽ വിചാരണയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നു. ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കുക? കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ വെക്കുന്നു, അവർക്ക് കേന്ദ്ര സർക്കാർ വിചാരണയ്ക്ക് അനുമതി നൽകുന്നു. അതിൽ അസ്വാഭാവികത എന്താണുള്ളത്? പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയാണ്. കാരണം പ്രതിയായി വീണ തൈക്കണ്ടിയിൽ പിണറായിയുടെ മകൾ എന്ന് പറയുന്നു. ഇത് പ്രതീക്ഷിച്ചതാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് എങ്കിൽ, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചാണ് എങ്കിൽ അതിൽ മറിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാകുന്നു എന്ന് മാത്രമല്ല, SFIO എന്ന് പറയുന്ന ഏജൻസി ഹൈക്കോടതി പോലെ, സുപ്രീം കോടതി പോലെ നിഷ്പക്ഷമായ ഒരു സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വിജിലൻസ് കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് അത് മാറ്റിവെക്കുന്നു. അതിന് മുകളിലാണ് SFIO എന്നൊക്കെ പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയമാണ്. ആർക്കാണ് പരാതി? പരാതിക്കാർ ആരാണ്? കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ്. ഈ ഇടപാടിൽ ബന്ധമുള്ള ആർക്കും പരാതിയില്ല. ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡ് അംഗം ഇതിൽ നേട്ടമുണ്ടാക്കിയതായി പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡ് അംഗം ഇതിൽ നഷ്ടം വന്നു, അദ്ദേഹത്തിന് നഷ്ടം വന്നു എന്ന് പറയുന്നില്ല. അങ്ങനെ വരുന്ന ഒരു കേസ് എങ്ങനെ കോടതിക്ക് മുമ്പിൽ നിലനിൽക്കും എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് നിയമ വിദഗ്ധർ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തുക, SFIO പറയുന്ന തുക, അതിൽ വലിയ തുക എന്നത് 90 കോടി രൂപയാണ്. ആ 90 കോടി രൂപ കൈപ്പറ്റിയത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ. ഇതിൽ രാഷ്ട്രീയ നേതാക്കൾ പണം പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവായ ഇബ്രാഹിം കുഞ്ഞാണ്. ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. മറ്റുള്ള പേരുമുണ്ട്, PV ഉണ്ട്. PV എന്ന് വെച്ചാൽ പിണറായി വിജയൻ ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ യാതൊരു പണവും എവിടെ നിന്നും വാങ്ങിയിട്ടില്ല, അത് ഞാനായിരിക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ സമ്മതിച്ചവരുണ്ട്. അവരെ കുറിച്ച് അന്വേഷണമില്ല, പരിശോധനയില്ല, പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നു. ഇതിൽ BJP നേതാക്കളുമുണ്ട് എന്ന് പറയുന്നു, BJPയുടെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നു. അവരെ കുറിച്ചൊന്നും യാതൊരു അന്വേഷണമില്ല. 90 കോടി പോയിക്കോട്ടെ, അത് പ്രശ്നമല്ല. 2.72 കോടി എന്ന് വെച്ചാൽ 2,72,00,000 രൂപ, അതേക്കുറിച്ച് അന്വേഷിക്കണം. ഇതാണ് SFIO പറയുന്നത്. 90 കോടി വേണ്ട, അത് കിടക്കട്ടെ.
പക്ഷേ 2.7 കോടി അതെങ്ങനെയാണ്? ഇതും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കാരണം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചു എന്ന് പറയുന്ന തുക ടാക്സ് അടച്ച തുകയാണ്. അതിൽ 1.72 കോടിക്ക് കൃത്യമായ ടാക്സ് അടക്കുന്നു, എഗ്രിമെന്റ് ഉണ്ട്, GST അടക്കുന്നു. പിന്നീട് വാങ്ങിയിരിക്കുന്ന 90 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയ 90 ലക്ഷം രൂപയാണ് കമ്പനി. ആ 90 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുന്നു. അതെല്ലാം രേഖകൾ പ്രകാരം കൃത്യമാണ്. അതേക്കുറിച്ചാണ് അന്വേഷണം. 90 കോടി രൂപ ആർക്ക് എപ്പോൾ കൊടുത്തു, എന്തിന് കൊടുത്തു, അതിന് രാഷ്ട്രീയ നേതാക്കൾ തിരിച്ച് എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തത് എന്നതിനെക്കുറിച്ച് SFIO അന്വേഷിക്കുന്നില്ല. അത് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത്. ഇനി CMRL കമ്പനിക്ക് ഏത് കാലത്താണ് സഹായം ലഭിച്ചത്? കരിമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് അനുമതി നൽകിയത് ആരാണ്? അത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, UDF സർക്കാരാണ്. 2004 PK കുഞ്ഞാലിക്കുട്ടിയാണ് അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി. CMRL കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത് UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. എന്നാൽ അത് തടഞ്ഞത്, ആ ഉത്തരവ് റദ്ദാക്കിയത് LDF സർക്കാരാണ്, VS അച്യുതാനന്ദനാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് പോലും കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്, LDF സർക്കാരിലേക്കാണ്. അതിന് കരുവാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെയാണ്. അതാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് എന്താണോ സംഭവിച്ചത് അതുപോലെ ഈ കേസും ഇല്ലാതാകും. പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വകയായി അത് പിന്നീട് മാറും എന്ന സംശയമേ ഇല്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.